എന്റെ ശബ്ദം നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബീഉൽ അവ്വൽ 12 ലോക മുസ്ലിം ജനത പ്രവാചക ദിനം ആഘോഷിക്കുന്ന ദിനമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചക ദിനത്തിൽ മാത്രം ചുരുങ്ങേണ്ടതല്ല, മറിച്ചുണ്ടല്ലോ അവന്റെ മാതാപിതാക്കളെക്കാളും ഉമ്മമാരാക്കാളും സന്താനങ്ങളെക്കാളും മറ്റു എല്ലാത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ ഒരു മുഅ്മിനും പൂർണ്ണ മുഅ്മിനാവുകയില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചക സ്നേഹം സ്വഹാബികൾ എന്ന വിഷയം ഇവിടെയാണ് കാലിക പ്രസിദ്ധീകരണത്. പ്രവാചക സ്നേഹം സ്വഹാബികൾ എന്ന വിഷയത്തെ സംവദിക്കാനാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത്. ഇതിനെ തുണച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, സകല സമൃദ്ധിയും സാമ്രാജ്യങ്ങളും ഔദ്യത്തിനേറെ പട്ടുമറ്റകളും കാലത്തെ പുറംപോക്കിയിലേക്ക് വലിച്ചെറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റയുടെ ഒപ്പം ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹിജ്റയുടെ വേളയിലുണ്ടല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹൃദയം ദാഹത്താൽ അർബന മുട്ടുകയാണ്. എനിക്ക് കിട്ടിയ പാലുണ്ടല്ലോ പ്രവാചകനെ നീട്ടി വെക്കുകയാണ്. ആ പ്രവാചകനെ കുടിക്കുന്നത് കണ്ടിട്ട് ആനന്ദ ലഹരി പോലും മതിമറിഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിസീമമായ പ്രവാചകനോടുള്ള പ്രണയമാണ് അല്ലാഹ് പാടി പാടിയത്. സൂര്യങ്ങളാണ് ആവശ്യമെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ മാത്രം മതി. മുസ്ലിമയുടെ അതിശക്തമായ കൊള്ളിവിളികൾ തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഒന്ന് പ്രവാചകനെ നോവിക്കാൻ